ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു പഴയ ലാപ്ടോപ്പ് എങ്ങനെ ഒരു സിമ്പിൾ അപ്ഗ്രേഡിലൂടെ ഫാസ്റ്റ് ആക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് പലരും പല സംശയങ്ങളും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയൊരു SSDയും പഴയ ഹാർഡ് ഡിസ്കും ഒരേ സമയം നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. രണ്ടാമത്തേത് നിങ്ങൾക്ക് മിനിമം എത്ര GB SSD ആണ് ആവശ്യം വരിക. എൻ്റെ പേര് അരവിന്ദ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് തുടർന്ന് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. MSI X460DX ആണ് മോഡൽ. ഏതാണ്ട് 9 വർഷം മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അൾട്രാ ബുക്ക് ഒന്നും അത്ര പോപ്പുലർ അല്ല. അപ്പോൾ ഇത് സാധാരണ ലാപ്ടോപ്പിലുള്ളതുപോലെ ഒരു CD ഡ്രൈവൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് എടുത്ത് CD DVD ഡ്രൈവ് കിടന്ന സ്ലോട്ടിലിടുക. എന്നിട്ട് SSD എടുത്ത് പഴയ ഹാർഡ് ഡിസ്ക് കിടന്ന സ്ലോട്ടിലിടുക. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അസംബിൾ ചെയ്യാനുള്ള SSD വേണം. SSD സാംസങ് 860 EVO SSD ആണ് ഇന്ന് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഹാർഡ് ഡിസ്കിൻ്റെ അതേ ഫോം ഫാക്ടറും കണക്ഷൻ ഇൻ്റർഫേസും ഉള്ള ഒരു ഡിവൈസാണ്. 2.5 ഇഞ്ച് തിക്നെസ്സും സാറ്റാ പോർട്ടും ആണ്. വേറെ ഫോം ഫാക്ടറും കണക്ഷൻ ഇൻ്റർഫേസും ഉള്ള ഇതിനെക്കാട്ടി പെർഫോമൻസ് ഉള്ള SSDകളും ഉണ്ട്. പക്ഷേ ഈ 2.5 ഇഞ്ച് ഫോം ഫാക്ടറുള്ള ടൈപ്പാണ് പഴയ ഹാർഡ് ഡിസ്കിനെ അതേപടി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കോമ്പാറ്റിബിലിറ്റി ഉള്ളത്. ഇപ്പോൾ CD ഡ്രൈവിനെ മദർബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് സാറ്റാ കണക്ഷൻ ആണെങ്കിലും അതിൻ്റെ പിന്ന് വ്യത്യാസമാണ്. അപ്പോൾ രണ്ട് കണക്ടറാണ്. ഹാർഡ് ഡിസ്ക് വെറുതെ അങ്ങെടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കണക്ടർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അഡാപ്റ്റർ നമുക്ക് ആവശ്യമാണ്. മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഹാർഡ് ഡിസ്ക് caddy കേസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹാർഡ് ഡിസ്ക് എടുത്ത് CD DVD ഡ്രൈവിൻ്റെ സ്ഥലത്തിടാം. ഇതിൻ്റെ കൂടെ ഒരു CD ഡ്രൈവിൻ്റെ ഒരു ഡമ്മി കവർ, പിന്നെ സ്ക്രൂ ഡ്രൈവർ വരെ തന്നിട്ടുണ്ട്. 320 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഡിസസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. പവർ പ്ലഗ് മാത്രം മാറ്റിയാൽ മതി. ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ബാറ്ററി റിമൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ക്രൂസ് ഓരോന്നായിട്ട് അഴിക്കണം. ഈ കാണുന്ന നീല പീസാണ് ഹാർഡ് ഡിസ്ക്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പുറത്ത് വരും. നമുക്കെടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് SSD ഇടണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ SSD ഇടുമ്പോൾ ഇതിൻ്റെ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ ചെക്ക് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. ലാപ്ടോപ്പിലെ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് SSDയിലെ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കുക. ഇത് അപ്സൈഡ് ഡൗൺ ആണ് വരേണ്ടത്. സാംസങ് ബ്രാൻഡിങ് താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിക്കോളും. അത്രയും സിമ്പിളാണ്. വേറെ സ്ക്രൂ ഒന്നുമില്ല, കാരണം കവർ ഇടുമ്പോൾ തന്നെ സ്ക്രൂ വിട്ട് സ്ലോട്ട് ടൈറ്റ് ആക്കുന്നുണ്ട്. ഈ കവറും കൂടെ അഴിച്ചാലേ നമുക്ക് CD ഡ്രൈവ് പുറത്തെടുക്കാൻ പറ്റൂ. ബാക്കി സ്ക്രൂസും കൂടെ അഴിക്കുക. അപ്പോൾ ഫാനും ഈ കവറും കൂടെ 2-3 കോമൺ സ്ക്രൂസിൽ ടൈറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ ആ സ്ക്രൂവും കൂടെ അഴിക്കണം. ഫാൻ ഇളക്കേണ്ട കാര്യമില്ല. സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഷാർപ്പായിട്ടൊരു പീസ് ഇട്ട് ക്ലിക്ക് ചെയ്ത് പുറത്തെടുക്കുക. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, ബലം കൊടുത്താൽ പൊട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പവർ കോഡുണ്ട്. പവർ കോഡ് ബോഡി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. കോഡ് ഇളക്കിയിട്ട് ഇത് അഴിക്കാവൂ. ഇതാണ് പവർ കോഡ്. പിന്നെ ഒരു വയർ ഇതിൻ്റെ പുറത്തൂടെ ഗൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് മാറ്റിയിട്ട് വേണം പുറത്തെടുക്കാൻ. പിടിച്ച് വലിച്ച് പൊട്ടിക്കരുത്. അപ്പോൾ CD ഡ്രൈവ് ഹാർഡ് ഡിസ്ക് പോലെ തന്നെയാണ്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പുറത്ത് വരും. കാരണം ഡയറക്റ്റ് കണക്ടറിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് CD ഡ്രൈവ് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ caddy കേസ് എടുക്കാം. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ caddy കേസിനകത്തുള്ള സാറ്റാ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കുക. അതേപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെയും സാറ്റാ പോർട്ടിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കിയിട്ട് വേണം സ്ലൈഡ് ചെയ്ത് അകത്ത് കയറ്റാൻ. ഇപ്പോൾ ലേബലുള്ള ഭാഗം മുകളിൽ വരണം.
സ്ലൈഡ് ചെയ്ത് പുഷ് ചെയ്താൽ മതി. ക്യാഡി കേസും സി ഡി ഡ്രൈവ് ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മതി. സ്ക്രൂ ഒന്നുമില്ല, കാരണം കവറിൻ്റെ സ്ക്രൂവിൽ തന്നെയാണ് അതും ഇരിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഇതിനകത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് കവർ തിരിച്ചിടാം, സ്ക്രൂ എല്ലാം ഇടാം. ബേസിക്കലി സ്ക്രൂ ഊരാൻ നേരത്തെ അത് സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചാണ് ഊരാൻ. ഈ കേസിൽ എല്ലാ സ്ക്രൂവും ഒരേ ത്രെഡാണ്, അതുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റി. ഇനി നമുക്ക് സി ഡി ഡ്രൈവിൻ്റെ ഡമ്മി കവർ ഇടാം. ഇങ്ങനെ മെറ്റൽ പീസ് പുറത്താണ്. നമുക്ക് ഫൈനൽ കവർ ഇട്ട് സ്ക്രൂ എല്ലാം തിരിച്ചിടാം. എല്ലാ ലാപ്ടോപ്പും ഡിസസംബിൾ ചെയ്യാൻ ഇത്ര ഈസി ആവണോ നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു SSDയും കാഡി കേസും വാങ്ങി സർവീസ് ചെയ്യുന്ന ആളുടെ കൊണ്ട് കൊടുത്ത് ചെയ്യിച്ചാലും മതി. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പവർ പ്ലഗ് കുത്തി ലാപ്ടോപ്പ് തുറന്ന് പവർ ബട്ടൺ ഓൺ ആക്കാം. ലൈറ്റ് വരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ SSD ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബയോസിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ലാപ്ടോപ്പ് ഓണാക്കി ഡിലീറ്റ് അടിച്ചാൽ ബയോസ് സെറ്റപ്പ് കയറും. ഇതിലെ ബൂട്ട് ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബൂട്ട് ഓപ്ഷൻസിൽ നമുക്ക് കാണാം സാംസങ് SSD രണ്ടാമത് കിടപ്പുണ്ട്. തൽക്കാലം നമുക്ക് ഹാർഡ് ഡിസ്കിലെ പഴയ വിൻഡോസ് ഇൻസ്റ്റാളേഷനിൽ തന്നെ ബൂട്ട് ചെയ്ത് കയറാൻ പറ്റും. ഇനി നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര GB കപ്പാസിറ്റി ഉള്ളത് വാങ്ങണമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടു കാണും, നിങ്ങളുടെ പഴയ ഹാർഡ് ഡിസ്ക് പാരലായിട്ട് ഇടാം. നിങ്ങളുടെ പഴയ ഡേറ്റയൊന്നും കോപ്പി ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ SSDയുടെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയൽസ് പെട്ടെന്ന് ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ മാത്രമേ SSDയിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഒരു ഡേറ്റ ബാക്കപ്പ് എന്നുള്ള നിലയിൽ SSD ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് വിൻഡോസും സോഫ്റ്റ്വെയറും മാത്രം SSDയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനൊരു 128 GB ഒക്കെ തന്നെ ധാരാളമാണ്. ഒരു 2000-3000 റുപ്പീസിന് കിട്ടും. ഈവൻ 64 GB തന്നെ മതിയാവും. നിങ്ങൾക്ക് അത്രയും പൈസ പോലും ചിലവാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ 64 GB ഇപ്പോൾ കിട്ടാൻ പാടാണ്. മിനിമം കിട്ടുന്നത് 128 GB ആണ്, അത്യാവശ്യം നല്ല ബ്രാൻഡാണെങ്കിൽ. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വിൻഡോസും സോഫ്റ്റ്വെയറും എല്ലാം ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. വെറും 5 മിനിറ്റ് കൊണ്ട് വിൻഡോസും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻസും എല്ലാം കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തെ എൻഡ് സ്ക്രീനിലിടാം. പിന്നെ നിങ്ങൾക്ക് CD ഡ്രൈവ് കളയണ്ട, ഉപയോഗിക്കണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതിന് SATA to USB കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു കേബിൾ വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇത് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ നിങ്ങൾ പഴയ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.